നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ചെയ്യണമെങ്കിൽ വൈ ഷുഡ് ഐ ഹിയർ യു? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ട് നിങ്ങളെ മെറിറ്റില്ലാതെ സഹായിക്കണം? ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നിൻ്റെ യോഗ്യതയല്ല എൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? യോഗ്യതയുള്ളവരാരും വന്ന് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ അവരുടെ യോഗ്യതയുമായിട്ട് പോയാൽ മതി. അവർ പിന്നെ ചില ആൾക്കാർ യോഗ്യത കൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കണം? ദൈവതിരുസന്നിധി നിങ്ങളുടെ ഇൻറ്റിമസി വർദ്ധിപ്പിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വൈ ഷുഡ് ഐ ഹിയർ യു? എന്തുകൊണ്ട് ഞാൻ നിന്നെ കേൾക്കണം എന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കോൺക്രീറ്റ് ആൻസർ വേണം. ബിക്കോസ് ഐ സിൻസിയർലി ലവ് യു. അതാണ് ഉത്തരം. ഞാൻ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നു. അല്ല ഞാൻ ഉടമ്പടി എടുത്ത് പത്രം കൊടുത്തു എന്നല്ല പറയേണ്ടത്. വൈ ഷുഡ് ഐ ഹിയർ യു? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾക്കണം? കാര്യം എന്താണ്? നിങ്ങൾ വെച്ചിരിക്കുന്നത് 100% ഗ്രേസിലുള്ള വിഷയമാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെറിറ്റ് ലൂസാകുന്ന സമയമുണ്ട്. കാര്യം ഈ ലോകത്തിലുള്ള മുഴുവനും ആൾക്കാർക്ക് റാങ്കിലേക്ക് എങ്ങനെ വരാൻ പറ്റുമെന്ന് നോക്കണം. ഇത് റാങ്കിങ്ങാണ്. ദൈവം കൊടുക്കുന്ന ഒരു റാങ്കിങ്ങാണ്. എന്താണ്? 3 റാങ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, നീ എനിക്ക് വിലപ്പെട്ടവൻ. പിന്നെന്താണ്? ബഹുമാനിതൻ. പിന്നെന്താണ്? പ്രിയങ്കരൻ. വൈ ഷുഡ് ഐ ഹിയർ യു? വൈ ഷുഡ് ഐ സെലക്ട് യു? ഞാൻ എന്തുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്യണം? അതിന് ഈ 3 ഉത്തരമേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്? നീ എനിക്ക് വിലപ്പെട്ടവനായതുകൊണ്ട്. ഒന്ന് പറഞ്ഞേ. നീ എനിക്ക് വിലപ്പെട്ടവനായതുകൊണ്ട്. രണ്ടാമത്തെ എന്താ? പ്രിയങ്കരനായതുകൊണ്ട്. നീ എനിക്ക് പ്രിയങ്കരി ആയതുകൊണ്ട്. അതെ. പിന്നെ മൂന്നാമത്തത് ബഹുമാന്യനായതുകൊണ്ട്. നീ എനിക്ക് ബഹുമാന്യനായതുകൊണ്ട്. ഈ 3 സെക്ഷനിലേക്ക് എങ്ങനെ കയറി പറ്റാമെന്ന് നോക്കണം. ഇതിനാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരണത്, ഒരു ഹോംവർക്ക്. എന്താ ഹോംവർക്ക്? ഒന്ന്, കർത്താവിൻ്റെ ജോലി നമ്മൾ ഏറ്റെടുക്കും. അതെന്താണ്? കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കും.